Hi dear students. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ, അതായത് സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ആസ് വി നോ, വാട്ട് ഈസ് എ സീരീസ് ഓഫ് റിയൽ നമ്പർ? റിയൽ നമ്പേഴ്സിൻ്റെ സീരീസിനെ സീക്വൻസ് എന്നുള്ള കൺസെപ്റ്റൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതിന് അനോണിമസ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് കോംപ്ലക്സിലെ ഒരു സീക്വൻസ് എന്താണെന്ന്. A complex sequence Zn is a function whose domain is the set of positive integers and whose range is a subset of complex numbers. അതായത് ഒരു കോംപ്ലക്സ് സീക്വൻസ് എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ, അതിൻ്റെ ഡൊമെയിൻ, അതിലേക്കുള്ള ഇൻപുട്ടുകൾ എവിടെ നിന്നാണ്? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, അതായത് n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിൽ നിന്നും പോണൊരു ഫങ്ഷനാണ് കോംപ്ലക്സ് സീക്വൻസ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് എ കോംപ്ലക്സ് സീക്വൻസ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ അതാണ്. ഇനി ഇൻഫൈനൈറ്റ് സീക്വൻസ് എപ്പോഴാവുക? ഈ Z1 Z2 എക്സെട്ര Zn എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് Zn മൈനസ് L ലെസ് ദാൻ എപ്സിലോൺ വെന്നെവർ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N. ഇതൊക്കെ നമ്മൾ റിയലിൽ പഠിച്ചിട്ടുള്ളതിന് അനോണിമസ് ആയിട്ട് അതിൻ്റെ അതേപോലെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു കോംപ്ലക്സ് ഫങ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അത് ഡൈവേർജൻ്റ് ആണെന്ന് പറയും. പിന്നെ അതിനകത്ത് വേറെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ റിയലിൽ സീക്വൻസിൻ്റെ ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റിൻ്റെ ഒരു നൈബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവെല്ലിൽ വരുമെന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ സീക്വൻസ് Zn കൺവേർജസ് ടു Z ആണെങ്കിൽ ഒരു എപ്സിലോൺ റേഡിയസുള്ള ഒരു ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ Zn, ക്യാപിറ്റൽ Zn മുതലുള്ള എല്ലാ ടേംസും ഈ ഒരു ഡിസ്കിനകത്ത്, ഈ ഒരു നൈബർഹുഡിനകത്ത് വരും എന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. ഓക്കെ, now for each n Zn is a complex number. Zn എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സീക്വൻസ് ആയ കാരണം Zn എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. hence which can be written as Zn equal to xn plus iyn. അതിനകത്ത് xn എന്ന് പറയുന്നത് Znകളുടെ കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകളും yn എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുകളുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, Zn ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റിയൽ പാർട്ട് ഓഫ് Zn-ഉം റിയൽ പാർട്ട് ഓഫ് ഇമാജിനറി Zn-ഉം അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Zn, സീക്വൻസ് റിയൽ പാർട്ട് ഓഫ് Zn-ഉം സീക്വൻസ് ഇമാജിനറി പാർട്ട് ഓഫ് Zn-ഉം സെപ്പറേറ്റ് ആയിട്ട് കൺവേർജ് ചെയ്യണം. എവിടേക്കാണ് കൺവേർജ് ചെയ്യുക? അത് നമുക്ക് എവിടേക്കാണെന്ന് നോക്കാം. ഓക്കെ, അതാണ് തിയറം, criteria for convergence. A sequence Zn converges to a complex number capital L equal to a plus ib if and only if real part of Zn converges to real part of L and imaginary part of Zn converges to imaginary part of L, that is B. അപ്പോൾ Zn എന്ന് പറയുന്ന സീക്വൻസ് Zn ഈക്വൽ ടു സീക്വൻസ് xn പ്ലസ് yn അല്ലെങ്കിൽ സീക്വൻസ് xn പ്ലസ് iyn ഒരു ക്യാപിറ്റൽ L ഈക്വൽ ടു a പ്ലസ് ib എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റിയൽ പാർട്ട് എവിടേക്ക് കൺവേർജ് ചെയ്യും? എയിലേക്ക് കൺവേർജ് ചെയ്യും. അതേപോലെ ഈ Zn-ലെ ഇമാജിനറി പാർട്ടുകളുടെ സെക്ഷൻ എവിടേക്ക് കൺവേർജ് ചെയ്യും? ബിയിലേക്ക് കൺവേർജ് ചെയ്യും. IB അല്ല, ബിയിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നത്. നമ്മളിതൊക്കെ റിയലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പ്രൂഫ് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, പ്രൂഫൊന്നും നമ്മൾ പറയുന്നത് ഇതൊക്കെ റിയലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യം, ഇതൊക്കെ നമ്മൾ സെയിം റിയലിലെ കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺവേർജൻസ് ഓഫ് സീരീസ്, ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ഓർ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് series of complex numbers summation k equal to 1 to infinity zk equal to z1 plus z2 plus etc plus zn plus etc is convergent if the sequence of partial sums,
അപ്പോൾ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആണെങ്കിൽ. ദാറ്റ് ഈസ് SN കൺവേർജസ് ടു S. അപ്പോൾ ഇനി അങ്ങനെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആണ്, അത് കൺവേർജ് ചെയ്യുന്നത് ക്യാപിറ്റൽ Sലേക്കാണെങ്കിൽ ഈ സീരീസിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കും? ക്യാപിറ്റൽ S ആയിട്ട് എടുക്കും. അങ്ങനെ ഒരു ക്യാപിറ്റൽ S എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അഥവാ സീക്വൻസ് SN നോട്ട് കൺവേർജസ് ടു S ആണെങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ സാധാരണ മുന്നേ പറഞ്ഞ പോലെ ZK ഈക്വൽ ടു XK പ്ലസ് IYK എന്നാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ S ഈക്വൽ ടു X പ്ലസ് IY എന്നെടുക്കാം. അങ്ങനെ അതായത് സപ്പോസ് ദാറ്റ് ZK ഈക്വൽ ടു XK പ്ലസ് IYK ആൻഡ് ക്യാപിറ്റൽ S ഈക്വൽ ടു X പ്ലസ് IY. ദെൻ summation k equal to 1 to infinity ZK equal to S if and only if summation k equal to 1 to infinity XK equal to capital X and summation k equal to 1 to infinity YK equal to capital Y. എന്താണ് ഇതിനർത്ഥം? ഈ പറഞ്ഞ ഈ ടേംസ് വരുന്ന സീരീസ് ഒരു ക്യാപിറ്റൽ എസിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ക്യാപിറ്റൽ എസ് ഈ രൂപത്തിലാണെങ്കിൽ ഈ XKകളുടെ സം എവിടേക്ക് കൺവേർജ് ചെയ്യും? ക്യാപിറ്റൽ Xലേക്ക് കൺവേർജ് ചെയ്യും. കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ട് YKകളുടെ സം എവിടേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടായിരിക്കും? Yയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ പ്രൂഫ് ഒക്കെ ജസ്റ്റ് റിയൽ അനാലിസിസ് നമ്മൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറയുന്നത്. ഇനി അതുപോലെ അടുത്തതാണ് നെസസറി കണ്ടീഷൻ. ഇവിടെ നോക്കൂ, ദാറ്റ് ഈസ് നെസസറി കണ്ടീഷൻ ഫോർ കൺവേർജൻസ് ഓഫ് ദ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ദാറ്റ് nth ടേം കൺവേർജസ് ടു 0. അപ്പോൾ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ 0യിലേക്ക് കൺവേർജ് ചെയ്യും. കോൺവേഴ്സ് ശരിയില്ല എന്ന് നമ്മൾ റിയലിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീരീസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ZK converges implies limit n tend to infinity Zn equal to 0. ഇതിന് നമ്മൾ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് എന്ന് പറയും. നമ്മൾ റിയലിലും അത് തന്നെയാണ് ചെയ്യാറ്. ലിമിറ്റ് Zn 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സീരീസ് Zn ഡൈവേർജൻ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി റിയലി പറഞ്ഞ പോലെ തന്നെ അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ് ഓഫ് സീരീസ്. എപ്പോഴാണ് നമ്മളൊരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് അല്ലെങ്കിൽ കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്നൊക്കെ പറയാം. An infinite series summation k equal to 1 to infinity ZK of complex numbers is said to be conditionally convergent. അത് conditionally convergent എന്ന് പറയണമെങ്കിൽ if series ZK converges but ZKയുടെ മോഡുലസ് എടുത്താൽ ഡൈവേർജൻ്റ് ആയിരിക്കണം. അപ്പോൾ absolutely convergent എപ്പോഴായിരിക്കും? An infinite series summation k equal to 1 to infinity ZK of complex numbers is said to be absolutely convergent if the series summation k equal to 1 to infinity modulus of ZK of real numbers converges. അതായത് ഇവിടെ ZK എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സീരീസാണ്. പക്ഷെ മോഡുലസ് എടുക്കുമ്പോൾ ഓരോ കറസ്പോണ്ടിങ് XK പ്ലസ് IYKയ്ക്കും റൂട്ട് ഓഫ് XK സ്ക്വയർ പ്ലസ് YK സ്ക്വയർ എന്ന് പറഞ്ഞ മോഡുലസിൻ്റെ സീരീസ് എന്ത് ചെയ്യണം? സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ്. അത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ എടുക്കുമ്പോഴും ഈ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ വാട്ട് വി സെറ്റ് ദ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും, പക്ഷേ റിയൽ നമ്പേഴ്സിന് എടുക്കുന്നത് കൺവേർജൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് തിയറം absolute convergence of series of complex numbers implies convergence of that series. അപ്പോൾ absolute convergence implies conditional convergence എന്നോ convergence എന്നോ പറയാറുണ്ട്. അപ്പോൾ അതും പ്രൂഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ റിയലിൽ പറയണ പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് ആ ഒരു കമ്പാരിസണും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെയും നമ്മൾ പറയണു അബ്സല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ്. പക്ഷേ കൺവേർജൻ്റ് ആണെന്ന് കരുതിയിട്ട് അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കൂ. പ്രൂവ് ദാറ്റ്
the series summation k equal to 1 to infinity I square by k square converges. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് കാണിച്ചാലും മതി. അപ്പോൾ ചില പ്രോബ്ലംസ് നമുക്ക് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഏത് രൂപത്തിലായിരിക്കും, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അത് ഈ സോൾവ്ഡ് എക്സാമ്പിൾസ് വഴി അങ്ങനത്തെ കുറച്ച് ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാൻ നേരത്തെ കൂട്ടി. അപ്പോൾ ഹിയർ സെഡ് കെ ഈക്വൽ ടു ഐ റേസ് ടു കെ ബൈ കെ സ്ക്വയർ ആൻഡ് മോഡ് സെഡ് കെ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഐ റേസ് ടു കെ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് കെ സ്ക്വയർ. നമുക്കറിയാം മോഡുലസ് ഓഫ് ഐ റേസ് ടു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റേസ് ടു കെ, ദാറ്റ് ഈസ് 1 ബൈ കെ സ്ക്വയർ. നമുക്കറിയാം റിയലിൽ. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് കെ എന്ന് പറഞ്ഞാൽ 1 ബൈ കെ സ്ക്വയർ ആണ്. റിയലിൻ്റെ കേസിൽ നമുക്ക് പി സീരീസ് കൺവേർജൻ്റ് ആണ് ഫോർ പി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ 1 ബൈ കെ സമ്മേഷൻ 1 ബൈ കെ സ്ക്വയർ ഈസ് കൺവേർജൻറ്റ്. ഹെൻസ് ദ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. ദോർഫോർ സീരീസ് സെഡ് കെ ഈസ് കൺവേർജൻറ്റ്. അത്രേ പറയാമല്ലോ. ഇനി കൺവേർജൻസ് ടെസ്റ്റ്. കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെയിൻ ടെസ്റ്റുകളാണ് റേഷ്യോ ടെസ്റ്റും പിന്നെ ഒരെണ്ണം വരുന്നത് റൂട്ട് ടെസ്റ്റും. അപ്പോൾ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും 2 എണ്ണം. അതിൽ ആദ്യം നമ്മൾ റേഷ്യോ ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ റിയലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആക്ച്വലി. അപ്പോൾ സപ്പോസ് ദാറ്റ് ദ സീരീസ് summation k equal to 1 to infinity zk is an infinite series of non-zero complex numbers such that limit n tends to infinity zn plus 1 by zn equal to l. അപ്പോൾ സെഡിലെ തന്നെ കറസ്പോണ്ടിങ് അതായത് കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ റേഷ്യോ, ദാറ്റ് ഇസ് വൈ ദിറ്റ് ഈസ് കോൾഡ് ആസ് റേഷ്യോ ടെസ്റ്റ്. നമ്മളെന്താ ചെയ്യുന്നത്? കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക, അവരുടെ മോഡുലസിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ എൽ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ ക്യാപിറ്റൽ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഗ്രേറ്റർ ദാൻ 1 ആവുകയോ ഇൻഫിനിറ്റി ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ സീരീസ് ഡൈവേർജൻ്റ് ആണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സെഡ് കെ എടുക്കുക. അതിനകത്ത് കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ റേഷ്യോ, അവരുടെ മോഡുലസ്, എന്നിട്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ റേഷ്യോ, അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ റേഷ്യോ കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് ആ റേഷ്യോ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ഇത് അതിലെ ഇമാജിനറി പാർട്ടിൻ്റെയും റിയൽ പാർട്ടിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അതിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലിമിറ്റ് ക്യാപിറ്റൽ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, കൺവേർജൻറ്റ്, അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. ഗ്രേറ്റർ ദാൻ 1 ആവുകയോ ഇൻഫിനിറ്റി കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഡൈവേർജൻറ്റ്. ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്, നമ്മൾ വേറൊരു ടെസ്റ്റ് യൂസ് ചെയ്യണമെന്നർത്ഥം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ അടുത്തൊരു ടെസ്റ്റാണ് റൂട്ട് ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റിൽ എന്താ പറയുന്നത്? സപ്പോസ് k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സെഡ് കെ ഈസ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ്. അതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡ് സെഡ് എൻ ഈക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ ഓരോ ടേം സെഡ് എൻ എടുക്കാം, സെഡ് കെ തന്നിട്ടുണ്ടാവുക, സെഡ് എൻ എടുക്കാം, അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസിൻ്റെ nth റൂട്ട് എടുക്കുക. nth റൂട്ടിൽ എടുത്തതിന് ശേഷം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അതൊരു ക്യാപിറ്റൽ എൽ ആണെന്ന് വിചാരിക്കൂ. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ്. ക്യാപിറ്റൽ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഗ്രേറ്റർ ദാൻ 1 ആവുകയോ ഇൻഫിനിറ്റി ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ സീരീസ് ഈസ് ഡൈവേർജൻറ്റ്. എഗെയിൻ ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. അപ്പോൾ നമുക്കിത് എപ്പോഴാണ് nth റൂട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ nth റൂട്ട് ടെസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഒരു രൂപത്തിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സീരീസിൻ്റെ an റേസ് ടു k എന്നുള്ള രൂപത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് nth റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, zn ഈക്വൽ ടു 3 മൈനസ് 4i ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ആൻഡ് മോഡ് zn ഈക്വൽ ടു 3 മൈനസ് 4i റേസ് ടു n ബൈ n ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുക 5 റേസ് ടു n ബൈ n ഫാക്ടോറിയൽ. ഇവിടെ നോക്കൂ, നമ്മൾ ഹോൾ റേസ് ടു 1 ബൈ n അല്ലെങ്കിൽ
nth റൂട്ട് എടുത്താൽ ഈ n ഫാക്ടോറിയലിൻ്റെ nth റൂട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ ഇതിനെ Zn ബൈ Z അല്ലെങ്കിൽ മോഡുലസ് ഓഫ് Zn പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് Zn എന്ന ഫോമിൽ എടുക്കുകയാണെങ്കിലോ അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇവിടെ നമ്മൾ എന്നിനെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആവും. അപ്പോൾ മൊത്തം ഫ്രാക്ഷൻ 0യിലേക്ക് പോവും. ക്ലിയർലി ലെസ് ദാൻ 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആയ കാരണം റേഷ്യോ ടെസ്റ്റ് വെച്ച് നമുക്ക് എന്ത് പറയാം? ഇത് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കണോ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ തന്നിരിക്കത്തിട്ടുണ്ടാവും മൊത്തത്തിൽ എന്തിൻ്റെയെങ്കിലും പവറായിട്ട്, അതായത് റേസ് ടു കെ. അപ്പോൾ നമ്മൾ Zn എടുക്കുമ്പോൾ റേസ് ടു n കിട്ടുന്ന ഫോമിൽ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ റേസ് ടു n കിട്ടുന്ന ഫോമിലാണെങ്കിൽ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം. ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്ററിലോ ഫാക്ടോറിയൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാം റേഷ്യോ ടെസ്റ്റാണ്. അപ്പോൾ റൂട്ട് വരുമ്പോൾ എല്ലാത്തിൻ്റെയും പവറിൽ n ഉണ്ടെങ്കിൽ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം. ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയലോ അങ്ങനെ വലുതൊക്കെ വരികയാണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. അടുത്തൊരു പർട്ടിക്കുലർ സെറ്റാണ് ജിയോമെട്രിക് സീരീസ്. നമുക്കറിയാം എന്താണ് ജിയോമെട്രിക് സീരീസ്, എന്ത് രൂപത്തിലുണ്ടാവുക? സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a ഇൻറ്റു z റേസ് ടു k മൈനസ് 1. അപ്പോൾ a പ്ലസ് എ സെഡ് പ്ലസ് എ സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ സെഡ് റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞ് പോണ സാധനം. അപ്പോൾ അതിനകത്ത് പാർഷ്യൽ സം Sn എന്ന് പറയുന്നത് ആദ്യത്തെ n ടേമുകളുടെ സമ്മ്. അപ്പോൾ a പ്ലസ് എ സെഡ് പ്ലസ് എക്സെട്ര എ സെഡ് റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇതും എപ്പോഴാണ് കൺവേർജൻ്റ് ആവുക? ഇത് കൺവേർജൻ്റ് ആവുന്നത് ഈ പറഞ്ഞ പോലെ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആവുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ Snനൊരു ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ലിമിറ്റ് Sn ഈ ഇങ്ങനത്തെ ജിയോമെട്രിക് സീരീസ് വിത്ത് മോഡ് Zn മോഡ് Z ലെസ് ദാൻ 1 ആണെങ്കിൽ ദ ജിയോമെട്രിക് സീരീസ് ഓഫ് ദി ഫോം ദസ് is convergent when limit n tends to infinity Sn equal to mod Z ലെസ് ദാൻ 1 ആകുമ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുന്നത് എവിടേക്കാണ്? a ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്താണ്? a പ്ലസ് എ സെഡ് പ്ലസ് എ സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ സെഡ് റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര എന്നാണ്. അപ്പോൾ a ബൈ 1 മൈനസ് സെഡ്. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ, സീരീസ് എക്സ്പാൻഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. a ബൈ 1 മൈനസ് സെഡ്, a ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡിൻ്റെ ജനറൽ ഫോം എന്താണെന്ന്. ഓക്കെ, നമുക്കത് ബോക്സ് ചെയ്തിടാം. യെസ്. അടുത്തതും ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്താണ്? ഈ 1 ബൈ 1 മൈനസ് സെഡ്, ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. 1 ബൈ 1 മൈനസ് സെഡ്, അതേപോലെ 1 ബൈ 1 പ്ലസ് സെഡ്, ഈ രണ്ട് സീരീസുകൾ ഓർക്കുക. ഇവിടെ എല്ലാവരുടെയും മോഡ് സെഡ് എന്താവണം? ലെസ് ദാൻ 1 ആണ്. സ്ട്രിക്ട്ലി മോഡ് സെഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഒരു സീരീസ് എക്സ്പാൻഷൻ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ജിയോമെട്രിക് സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സീരീസിനെ ഇങ്ങനെ എഴുതുക. അപ്പോൾ നമ്മളവിടെ ഇതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് വരികയാണെങ്കിൽ യു ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് 1 പ്ലസ് 2i ബൈ 5 പ്ലസ് 1 പ്ലസ് 2i സ്ക്വയർ ബൈ 5 സ്ക്വയർ. അപ്പോൾ ഓരോ 1 പ്ലസ് 2i ബൈ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് ഇതും z എന്ന് പറയുന്നത് വീണ്ടും 1 പ്ലസ് 2i ബൈ 5 തന്നെയാണ്. അപ്പോൾ മോഡ് സെഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക. മോഡ് സെഡ് ഇപ്പോൾ ഇങ്ങനെ മോഡുലസ് എടുക്കാം. 1 പ്ലസ് 2iയുടെ റൂട്ട് ഓഫ് 1 പ്ലസ് സ്ക്വയർ ബൈ 2 പ്ലസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇതൊരു റിയൽ നമ്പർ ആണല്ലേ, റിയൽ നമ്പറിൻ്റെ മോഡുലസ് ആ റിയൽ നമ്പർ തന്നെ 5 തന്നെ വരും. അപ്പോൾ റൂട്ട് 5 ബൈ 5, അപ്പോൾ 1 ബൈ റൂട്ട് 5 ആണ്, വിച്ച് ഈസ് ക്ലിയർലി ലെസ് ദാൻ 1. അപ്പോൾ മോഡ് സെഡ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അങ്ങനെയാണ് മോഡ് സെഡ് കണ്ടുപിടിക്കേണ്ടത്. മോഡ് സെഡ് ലെസ് ദാൻ 1. ദ ഗിവൺ ജിയോമെട്രിക് സീരീസ് ഈസ് കൺവേർജൻ്റ് ആയിരിക്കും. സം എന്തായിരിക്കും? a പ്ലസ് എ സെഡ് പ്ലസ് എ സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നാണെങ്കിൽ a ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ്. അപ്പോൾ 1 പ്ലസ് 2i ബൈ 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് ദിസ്. അപ്പോൾ നിങ്ങളത് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് ചെയ്യണം? നിങ്ങൾ 5 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ
അപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിക്കുക. ഈ രൂപത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ 5ഉം 5ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ 1 + 2i 5 - 1 അപ്പോൾ 4 - 2i എന്ന് കിട്ടും. ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതൊരു ലാസ്റ്റ് മുകളിൽ സാധാരണ കോംപ്ലക്സ് നമ്പറെ മൾട്ടിപ്ലൈ ചെയ്യണ പോലെ ചെയ്ത് ഒറ്റ ഇതിലേക്ക് എത്തിക്കാം. രണ്ടാമത്തത് നോക്കിയേ, ഇത് കൺവേർജൻ്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം? ആദ്യം ഇതെപ്പോഴാണ് കൺവേർജൻ്റ് ആണോ നോക്കുക. അതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ <1 ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് മോഡുലസ് എടുത്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ കൺവേർജൻ്റ് ആണോ അല്ലേ എന്ന് മനസ്സിലാവും. അതോ ഡൈവേർജൻ്റ് ആണോ എന്താണെന്ന് നോക്കാനാണ് പറഞ്ഞേക്കണത് അല്ലേ. അപ്പോൾ കൺവേർജൻ്റ് ആണോ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു റേസ് ടു കെ, നമ്മുടെ ടേം റേസ് ടു കെ എന്നാണെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റാണ് ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ ആദ്യം മോഡുലസ് വാല്യൂ കണ്ടുപിടിച്ചു. മോഡുലസ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഇതെന്താണ്? >1 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഡൈവേർജൻ്റ്. ഇവിടെ ഒരു ജിയോമെട്രിക് സീരീസ്, ഇൻഫൈനൈറ്റ് ജിയോമെട്രിക് സീരീസിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ. അതല്ലാതെ nth റൂട്ട് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് മോഡുലസ് കണ്ടുപിടിക്കാം. അപ്പോൾ മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ √2 റേസ് ടു k ഹോൾ റേസ് ടു 1/k, അതായത് nth റൂട്ട് ടെസ്റ്റ് അല്ലേ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് വീണ്ടും √2 വരും, >1. അപ്പോഴും ഇത് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ nth റൂട്ട് ടെസ്റ്റ് വെച്ചിട്ടും പറയാം, ജിയോമെട്രിക് സീരീസ് വെച്ചും പറയാം. ഇനി എന്താണ് ഒരു പവർ സീരീസ്? പവർ സീരീസ് എന്താണെന്ന് നോക്കാം. ദ നൊട്ടേഷൻ ഓഫ് ദ പവർ സീരീസ് ഈസ് important in the study of analytic functions. An infinite series of complex numbers which is of the form summation k = 0 to infinity ak into z minus z0 raised to k. നമുക്കിതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? k = 0, 1, 2, 3 etc. ഇട്ട് കൊടുക്കുമ്പോൾ a0 plus a1 into z minus z0 plus a2 into z minus z0 square plus an into z minus z0 raised to n plus etc. ഇവിടെ z0 കോഎഫിഷ്യൻസ് ak. ഈ z0ഉം akകളും കോംപ്ലക്സ് കോൺസ്റ്റൻറ്റുകളാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ z0ഉം കറസ്പോണ്ടിങ് akകളും കോംപ്ലക്സ് കോൺസ്റ്റൻറ്റുകളായിരിക്കും. ഇനി നമ്മളെന്ത് പറയും? z0 ഈസ് നോൺ ആസ് എ പവർ സീരീസ് ഇൻ z minus z0. അപ്പോൾ ഈ പറഞ്ഞ സാധനം ഈ രൂപത്തിൽ കാണുന്നതിന് നമ്മൾ സെൻറ്റേർഡ് അറ്റ് z0 എന്നൊക്കെയാണ് പറയാറ്. ഇതാണ് കുറച്ചുകൂടി നല്ലത്. എബോവ് പവർ സീരീസ് ഈസ് സെറ്റ് ടു ബി സെൻറ്റേർഡ് അറ്റ് z0. അപ്പോൾ കോംപ്ലക്സ് നമ്പർ z0 ഈസ് റെഫേർഡ് ടു ആസ് എ സെൻറ്റർ ഓഫ് ദി സീരീസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് നമ്മുടെ സീരീസ് കിടക്കുന്നതെങ്കിൽ സമ്മേഷൻ k = 0 to infinity ak z minus z0 raised to k എന്ന ഫോമിലാണെങ്കിൽ സമ്മേഷൻ k = 0 to infinity ak z minus z0 raised to k ഈ രൂപത്തിലുള്ള കോംപ്ലക്സ് നമ്പറുകളുടെ സീരീസിനെ നമ്മൾ പവർ സീരീസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഈ z0ഉം akകളും എന്തായിരിക്കും? കോംപ്ലക്സ് കോൺസ്റ്റൻറ്റുകളായിരിക്കും. സീരീസ് ഈ ഫോമിലാണെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് എ പവർ സീരീസ് വിത്ത് സെൻറ്റേർഡ് അറ്റ് z0. ഈ z0നെ പവർ സീരീസിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കും. ഇനി ഈ പറഞ്ഞ പോലെ സർക്കിൾ ഓഫ് കൺവേർജൻസ്, ഇത് നമുക്ക് അത്യാവശ്യമുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഇവിടെ നോക്കാം നമ്മുടെ ഡെഫിനിഷൻ. The greatest circle centered at z0 such that the series is converges absolutely at each point inside it is called the circle of convergence of the series, and radius of convergence is that circle is known as the radius of convergence of the series. അപ്പോൾ എന്താണ് സർക്കിൾ ഓഫ് കൺവേർജൻസ്? സമ്മേഷൻ k = 0 to infinity ak into z minus z0 raised to k എന്ന് പറഞ്ഞ പവർ സീരീസ്. അതിൻ്റെ സെൻറ്റർ ആരാണ്? z0. അപ്പോൾ z0ൽ സെൻറ്ററുള്ള നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഏറ്റവും വലിയ സർക്കിള്, ആ സർക്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? അതിനകത്തെ എല്ലാ പോയിന്റിലും ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള വരയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ പോയിന്റുകളെ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർക്കിളിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. കാരണം അപ്പോൾ ഈ നമ്മളിങ്ങനെ എഴുതുന്ന സീരീസിൻ്റെ ആദ്യത്തെ നോൺ കൺവേർജൻറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് പോയിൻ്റ് എവിടെയായിരിക്കണം? ഈ സർക്കിളിന് പുറത്തായിരിക്കണം.
അതുവരെയുള്ള എല്ലാ പോയിന്റുകളെയും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ സർക്കിളിനകത്ത് ഒരു പോയിന്റിൽ പോലും ഈ സീരീസ് എന്തല്ല, ഡൈവേർജൻ്റ് അല്ല. അങ്ങനത്തെ സർക്കിളിനെ നമ്മൾ സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിനെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് നമ്മൾ പറയും. ഇനി അതിൻ്റെ കുറേ സ്പെഷ്യൽ കേസസ് ആണ് തന്നിരിക്കുന്നത്. A power series converges absolutely at all points Z within its circle of convergence. ശരിയാണ്, നമ്മൾ പറഞ്ഞാണല്ലേ. That is, for all Z satisfying mod Z minus Z0 less than R and diverges at all points Z exterior to that circle. That is, for all Z satisfying mod Z minus Z0 greater than R. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന് നമ്മളിപ്പോൾ നമ്മുടെ ബോർഡിൽ ഒരു സർക്കിൾ വരച്ചാൽ സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ ആണ് ഈ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഗ്രേറ്റർ ദാൻ ആർ. ഇൻറ്റീരിയർ ആണ്, സർക്കിളിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറയുന്നതാണ് ആ സർക്കിൾ. അപ്പോൾ എന്താണ്, സർക്കിൾ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ആ ആറിൻ്റെ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആറ് വരുന്ന എല്ലാ പോയിന്റുകളും സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ വരുന്ന എല്ലാവരുടെയും സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ പോസിബിലിറ്റീസ്. ഇറ്റ് ക്യാൻ ബി 0. ആർ ഈക്വൽ ടു 0, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആ സീരീസ് എപ്പോൾ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ? സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ആണെങ്കിൽ മാത്രമേ അത് കൺവേർജ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ ടേമും 0 ആയി പോകും ഇതിലത്തെ, അല്ലേ? സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ടേമും 0 ആയിരിക്കും. അപ്പോൾ ആർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ആവണം, സീരീസ് 0 സീരീസ് ആയിരിക്കണം. ഇനി എ ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു എ ഫൈനൈറ്റ് നമ്പർ ഇൻ വിച്ച് case the power series converges at all interior point of the circle mod z minus z not equal to r. ഒരു പെർട്ടിക്കുലർ ആർ അല്ലെങ്കിൽ ആ എ, ഇപ്പോൾ നമുക്ക് ആർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 2. അപ്പോൾ സെഡ് നോട്ടിൽ സെൻറ്ററുള്ള 2 റേഡിയസുള്ള സർക്കിളിനകത്ത് നമ്മുടെ ആ പവർ സീരീസുകളെല്ലാം കൺവേർജൻ്റ് ആയിരിക്കും. അതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും, മാറ്റിക്കഴിഞ്ഞാൽ ഡൈവേർജൻ്റ് ആയിരിക്കും. ഇനി ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ഈ പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കിത് എല്ലാ കേസും നമ്മൾ എൻകൗണ്ടർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്, എന്താണ് സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഫോർമുല ടു ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സീരീസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ കെ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു കെ ബി എ ഗിവൺ പവർ സീരീസ്. ദെൻ ബൈ റേഷ്യോ ടെസ്റ്റ് വഴി നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ എൻ പ്ലസ് 1 സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ ലെസ് ദാൻ 1 എന്നൊക്കെ നമ്മൾ എടുത്തു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞൊക്കെ ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഫോർമുല മാത്രമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ടാവുക. ദിസ് ഈസ് ദി ഫോർമുല. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ എൻ പ്ലസ് 1. ഇതാണ് നമ്മൾ ആലോചിച്ചിരിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഓർത്തിരിക്കേണ്ട ഫോർമുല ഇതാണ്. വാട്ട് ഈസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ സീരീസ് സമേഷൻ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ കെ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു കെ ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും? എ എൻ ഡിവൈഡഡ് ബൈ എ എൻ പ്ലസ് 1ൻ്റെ മോഡുലസ്, അവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അതിൻ്റെ റിസൾട്ടാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ ബൈ എ എൻ പ്ലസ് 1 ഈക്വൽ ടു എൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈ കിട്ടിയ എല്ലിൻ്റെ റിവേഴ്സാണ് അല്ലെങ്കിൽ റെസിപ്രോക്കലാണ്. നമ്മൾ അടുത്ത് പറയുന്നത് ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ബൈ എ എൻ ഈക്വൽ ടു 0 ദെൻ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ബൈ എ എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്.
ഇനി റൂട്ട് ടെസ്റ്റ് വഴി നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നേരത്തെ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ്. ഇനി ഇവിടെ നമ്മൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതും ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. എന്താണ്? റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an⁻1/n. അപ്പോൾ ഇവിടെ നോക്കുക, an⁻1/n. അപ്പോൾ നമ്മളിവിടെ സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യാം 1 ഒന്നുകിൽ r ഈക്വൽ ടു 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an⁻1/n ചെയ്യുക. അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an⁻1/n എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ദ സർക്കിൾ ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ ഫോളോയിങ് പവർ സീരീസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആദ്യം Z0ഉം an ഒക്കെ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ Z-Z0⁻n എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? നമുക്ക് ആവശ്യമുള്ളത് an ആണ്. അപ്പോൾ ഇവിടെ an ആരാണ്? ഈ പറഞ്ഞ സാധനമാണ് an. എന്താണ്? -1n+1 ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. -1n+1 ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ആണ് ഇവിടെ an. ഇവിടുത്തെ an എന്താണ്? 1+1/k² ആണ് ഇവിടുത്തെ an. ഇവിടുത്തെ an n ഫാക്ടോറിയൽ ബൈ n⁻n ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 6n+1/2n+5n ആണ്. അപ്പോൾ ഓരോന്നിലും an ആദ്യം എന്താണെന്ന് അല്ലെങ്കിൽ ak എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കേസിൽ ഇവിടെ an ഈക്വൽ ടു -1n+1/n ഫാക്ടോറിയൽ. അപ്പോൾ an+1 എന്തായിരിക്കും? -1n+2 ഡിവൈഡഡ് ബൈ n+1 ഫാക്ടോറിയൽ. നമ്മിനി an+1 ഡിവൈഡഡ് ബൈ an ചെയ്യാം. അതിൻ്റെ മോഡുലസ് എടുക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കളയുന്നതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലൊരു -1 കിട്ടും. ഇനി n+1 ഫാക്ടോറിയലിന് എന്ത് ചെയ്യും? n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 3 × എക്സെട്ര × 4 × 5 × എക്സെട്ര n × n+1 ആണ് n+1 ഫാക്ടോറിയൽ. അപ്പോൾ 1 × 2 × 3 × എക്സെട്ര × n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ. അപ്പോൾ n+1 ഫാക്ടോറിയലിനെ n+1 × n ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഒരു n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളയാം. ഡിനോമിനേറ്ററിൽ ആര് വരും? n+1. 1/n+1 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0. അപ്പോൾ r ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. ലിമിറ്റ് r ഈക്വൽ ടു ഒന്നുകിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an ബൈ മോഡുലസ് ഓഫ് an+1. അപ്പോൾ കിട്ടുന്ന വാല്യൂ ഡയറക്റ്റായിട്ട് r എന്ന് എഴുതുക. അതല്ലെങ്കിൽ an+1/an മോഡുലസ് കണ്ടുപിടിച്ച് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത് അങ്ങനെ ചെയ്യേണ്ട എളുപ്പം. പക്ഷേ ഇവിടെ നോക്കിയാൽ ഹോൾ റേസ് ടു k² ആണ്. അപ്പോൾ നിങ്ങൾ ഹോൾ റേസ് ടു 1/n എന്നുള്ള ആ ഒരു രീതിക്ക് ചെയ്തു പോവുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇങ്ങനെ കിട്ടും. അത് ചെയ്യലായിരിക്കും ഇവിടെ എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ n ഫാക്ടോറിയൽ വരുന്നുണ്ട്. n ഫാക്ടോറിയൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു റേഷ്യോ ടെസ്റ്റാണ് എളുപ്പം. അപ്പോൾ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an+1/an ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ തരത്തിൽ നമുക്ക് കിട്ടും. അപ്പം an+1 എന്ന് പറയുന്നത് n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n+1 ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ബൈ n. അപ്പോൾ നമ്മളിതിൽ നോക്കുക, വീണ്ടും n+1 ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്യണം? n ഫാക്ടോറിയൽ ഇൻറ്റു n+1 എന്ന് എഴുതി ആ രണ്ട് n ഫാക്ടോറിയലുകൾ കട്ട് ചെയ്ത് കളയുക. മിച്ചം എന്ത് കിട്ടും? n⁻n ഡിവൈഡഡ് ബൈ n+1⁻n. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയണം. ഹോൾ റേസ് ടു n നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ n+1 ഹോൾ റേസ് ടു n എന്നാണ്. അതിലും നിങ്ങൾ ഒന്നും കൂടിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നിന്ന് എന്നൊക്കെ പുറത്തെടുത്ത് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. കാരണം ഇത് e ആണെന്ന്, ഡിനോമിനേറ്റർ ഇത് 1/e ആണെന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം. അത്ര ആവശ്യമുണ്ട്. അങ്ങനെ എഴുതിയാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ടേമിലേക്ക് എത്തൂ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് എളുപ്പമാണ്, ഹോൾ റേസ് ടു 1/n കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിൽ കിട്ടും. എന്നിനെ പുറത്തെടുക്കുക. അപ്പോൾ 6 + 2 n കൊടുക്കുമ്പോൾ 6/2 = 3 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇങ്ങനെ കിട്ടിയത് 3 ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? 1/3 ആണ്. സെൻറ്റർ ആരാ ഇവിടെ? സെൻറ്റർ എന്ന് പറയുന്നത് 2i ആയിരിക്കും. സെൻറ്റർ 2i ആണെന്ന് എവിടെ നിന്ന് കിട്ടി? സെൻറ്റർ 2i ആണ് കിട്ടുന്നത്. നമ്മളിവിടെ z-2i ചെയ്തു. അപ്പോൾ ഇനി ഓരോ കേസിലും സെൻറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സർക്കിൾ കണ്ടുപിടിക്കണ്ടേ? സർക്കിൾ കണ്ടുപിടിക്കണം. അപ്പോൾ സെൻറ്റർ എന്താണെന്ന് പറയണം. ഇവിടെ നോക്കുക, z-z0 ആണ്. അപ്പോൾ z- ഇന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തായി? 1 + i ആയി അല്ലേ? 1 + i. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 1 + i. z0 1 + i ആണ്. ഇവിടെ z0 എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെയും z0 0 ആണ്. പക്ഷെ ഇവിടെ z0 2i ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളത് വരുന്നതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് എന്താണ്, ഷോ ദാറ്റ് ദ പവർ സീരീസ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഓൺ ദി സർക്കിൾ ഓഫ് കൺവേർജൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്നുള്ളതിന് മോഡുലസ് ഓഫ് an/an ഒക്കെ എടുക്കുക. അപ്പോൾ അത് 1/2 കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടി. റേഡിയസ് ഓഫ് അത് ഡിറ്റർമൈൻ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഓൺ ദ സർക്കിൾ ഓഫ് കൺവേർജൻസ് as with the point the power series is not convergent. ഓക്കെ, അപ്പോൾ ഇതും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം സർക്കിൾ ഓഫ് കൺവേർജൻസ് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സർക്കിൾ ഓഫ് കൺവേർജൻസിൽ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സർക്കിൾ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കണം. അതിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി ഡിറ്റർമൈൻ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഓൺ ദ സർക്കിൾ ഓഫ് കൺവേർജൻസ് അറ്റ് വിച്ച് ദ പവർ സീരീസ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ an ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ an നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ z-z0 അല്ലെങ്കിൽ z-z0 എന്ന രൂപത്തിലുള്ള ഭാഗത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ബാക്കി എന്താ ഉള്ളത്? 1/k × 2k. Therefore an = 1/n × 2n ഉം an+1 എന്ന് പറഞ്ഞാൽ 1/n+1 × 2n+1. Then limit n tends to infinity modulus of an+1/an എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റ് n tends to infinity 1/n+1 whole raised to 2n+1 1+1 × 2n+1 അല്ലേ? അതേപോലെ 1/n × 2n. അപ്പോൾ ഇതിനകത്ത് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ ക്യാൻസൽ. അപ്പോൾ നമുക്ക് 2n+1 ഉം 2n ഉം ക്യാൻസൽ ചെയ്താൽ മുകളിലൊരു 2 വരും അല്ലേ? മുകളിൽ 2 വരുന്നു പറഞ്ഞാൽ പക്ഷേ 1/i ആയ കാരണം അത് ഡിനോമിനേറ്ററിൽ 2 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ what you have to do 1/n+1 × 2n+1 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ n × 2n എന്ന് വരും. എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക. കറസ്പോണ്ടിങ് ടേംസ് ക്യാൻസൽ ചെയ്ത് കളയുക. അതെങ്ങനെ എഴുതുക നമ്മൾ? അതായത് 1/n+1 × 2n+1 ഇൻറ്റു an-ൻ്റെ റെസിപ്രോക്കൽ n × 2n. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ 2n ഉം ഇവിടുത്തെ ഇതും ക്യാൻസൽ ചെയ്താൽ ഒരു 2 കിട്ടും. അപ്പോൾ ഇതെന്ത് കിട്ടി? n/n+1 × 2. അവിടെ ലിമിറ്റ് n tends to infinity കൊടുക്കാനായിട്ട് n-നെ പുറത്തെടുക്കുക. ഇവിടെ നിന്നും n-നെ പുറത്തെടുക്കുക. ഈ ഡിനോമിനേറ്ററിൽ നിന്നും n-നെ പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊരു 1/1 + 1/n × 2. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2. അപ്പോൾ ഇത് 1/2 ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് 2 ആണ്. സെൻറ്റർ എവിടെയാണ്? ഐയിലാണ്. അപ്പോൾ മോഡുലസ് ഓഫ് z-i = 2. ഐയിൽ സെൻറ്ററുള്ള 2 റേഡിയസ് ഉള്ള സർക്കിൾ, അതാണ് നമ്മുടെ സർക്കിൾ ഓഫ് കൺവേർജൻസ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സർക്കിൾ ഓഫ് കൺവേർജൻസിൽ ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. അപ്പോൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് വേണം? മോഡുലസ് ഓഫ് an+1/an. അങ്ങനെയായിരുന്നോ? അല്ല അല്ലേ?
സർക്കിൾ ഓഫ് കൺവേർജൻസിൽ സമ്മേഷൻ മോഡ് സെഡ് ആൻഡ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് z മൈനസ് ഐ റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 2 റേസ് ടു കെ. അപ്പോൾ z മൈനസ് ഐ റേസ് ടു കെ, അപ്പോൾ മോഡ് z മൈനസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്ക് 2 ആണെന്നറിയാം. മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 2 ഫോർ എവരി z എലമെൻറ്റ് ഓഫ് സർക്കിൾ. അപ്പോൾ അത് 2 വെച്ച് റീപ്ലേസ് ചെയ്തു. 2 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 2 റേസ് ടു കെ, രണ്ടും കട്ട് ചെയ്താൽ 1/k. നമുക്കറിയാം 1/k എന്താണ്, ഡൈവേർജൻറ്റ് സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഡൈവേർജൻ്റ് ആയ കാരണം ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. ഇനി ആബ്സല്യൂട്ട് കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിച്ച് വെക്കുക തന്നെ വേണം. -2 + i, -2 + iയിൽ നമ്മളിത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതായത് z ഈക്വൽ ടു -2 + i എന്ന് കൊടുക്കുക. -2 + i + i -2 റേസ് ടു കെ ബൈ കെ ഇൻറ്റു 2 റേസ് ടു കെ -1 റേസ് ടു കെ ബൈ കെ എന്ന് കിട്ടും. അപ്പോൾ അത് ഓൾട്ടർനേറ്റീവ് ഹാർമോണിക് സീരീസ് ആണ്. അതായത് 1 -1/2 + 1/3 -1/4 + 1/5 എന്ന് പറഞ്ഞ് അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി പവർ സീരീസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നമ്മൾ റിയലിൽ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പിന്നെന്താണ്, പവർ സീരീസ് റെപ്രസെൻറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് വിത്തിൻ ഇറ്റ്സ് സർക്കിൾ ഓഫ് കൺവേർജൻസ്. ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണ് പവർ സീരീസ്, എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊരു തന്നിരിക്കുന്ന ഒരു പവർ സീരീസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് d/dz ഓഫ് പവർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് ak ഇൻറ്റു d/dz ഓഫ് z മൈനസ് z0 റേസ് ടു k ആണ്. അതേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഇൻ്റഗ്രൽ ഓവർ ദിസ് എന്ന് പറയുന്നത് ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പവർ സീരീസ്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പവർ സീരീസിനെ പറ്റി പറയുന്നത്. ഇനി ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ 3 മേജർ സീരീസുകളെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഈ ഭാഗത്തുനിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ, റേഡിയസ് ഓഫ് കൺവേർജൻസ്, സർക്കിൾ ഓഫ് കൺവേർജൻസ്, പിന്നെ z0. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ. പിന്നെ എന്താണ്, ജിയോമെട്രിക് സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, മോഡ് z <1 ആണെങ്കിൽ. പിന്നെ 1/1 - zൻ്റെ ജനറൽ ഫോം, 1/1 + zൻ്റെ ജനറൽ ഫോം, a/1 - zൻ്റെ ജനറൽ ഫോം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. താങ്ക് യു.